എൻ്റെ ലാസ്റ്റ് ലോ ഓഫ് അട്രാക്ഷൻ ബാച്ചിൽ ഒരുപാട് പ്രശ്നങ്ങളായിട്ടുള്ള കുറേ ആളുകളുണ്ടായിരുന്നു. അതിൽ മെയിനായിട്ടുള്ള പ്രശ്നം എന്ന് പറയുന്നത് കടബാധ്യതകളായിരുന്നു. ഇപ്പോൾ കടബാധ്യതകളെക്കുറിച്ച് അല്ലെങ്കിൽ ബാധ്യതകൾ കുറയണം, അല്ലെങ്കിൽ കൂടുതൽ പണം സമ്പാദിക്കണം, ഇപ്പോൾ പണം കൊണ്ട് അല്ലെങ്കിൽ പണമില്ലാത്തതിൻ്റെ ബുദ്ധിമുട്ടുകൾ മാറണം എന്നുള്ള രീതിയിൽ കുറേ ആളുകൾ ബാച്ചിൽ ജോയിൻ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ സത്യത്തിൽ ഇന്ന് നമ്മൾ പറയുന്നത് ലോ ഓഫ് അട്രാക്ഷൻ എങ്ങനെ പണം സമ്പാദിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് അപ്ലൈ ചെയ്യാമെന്നുള്ളതാണ്. അല്ലെങ്കിൽ നിങ്ങൾ ഇത്രയൊക്കെ പരിശ്രമിച്ചിട്ടും പല കാര്യങ്ങളും ചെയ്തിട്ടും എന്തുകൊണ്ടാണ് പണം നിങ്ങൾക്ക് അല്ലെങ്കിൽ നിങ്ങളിലേക്ക് എത്താത്തത് എന്നുള്ളതാണ് ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, അപ്പോൾ പണം എന്ന് പറയുന്നത് ആക്ച്വലി ഒരു എനർജിയാണ്. ഈ പണം സത്യത്തിൽ നമുക്ക് ഇല്ലാത്തത് അല്ലെങ്കിൽ നമ്മളിലേക്ക് അത് എത്താത്തതിൻ്റെ മെയിനായിട്ടുള്ള ബ്ലോക്ക് ചെയ്യുന്ന ഫാക്ടർ എന്ന് പറയുന്നത് പണത്തെക്കുറിച്ചുള്ള നമ്മളുടെ പേടിയും അല്ലെങ്കിൽ എനിക്ക് പണമില്ല എന്നുള്ള ആ ഒരു കോൺസെപ്റ്റാണ്. അതായത് ഒരു ദാരിദ്ര്യത്തിൻ്റെ ഒരു കോൺസെപ്റ്റ്, അല്ലെങ്കിൽ എനിക്കില്ല, ലാക്കിൻ്റെ ഒരു മൈൻഡ് സെറ്റ് നമുക്ക് ഉള്ളതുകൊണ്ടാണ് ആക്ച്വലി പണം നമുക്ക് എളുപ്പത്തിൽ നമ്മളിലേക്ക് വരാത്തത്. അപ്പോൾ ഈ പണത്തിനെക്കുറിച്ച് നമുക്കറിയാം, ലോ ഓഫ് അട്രാക്ഷനിൽ എപ്പോഴും ഞാൻ പറയാറുള്ളൊരു കാര്യമാണ് അല്ലേ, ലൈക്കായിട്ടുള്ള എനർജീനെ അട്രാക്റ്റ് ചെയ്യുകയാണ് ചെയ്യുന്നത്. അപ്പോൾ നമ്മളില്ല, അല്ലെങ്കിൽ എൻ്റെ കയ്യിലുള്ള പൈസ ഞാനിപ്പോൾ ചിലവാക്കി കഴിഞ്ഞാൽ അല്ലെങ്കിൽ ആർക്കെങ്കിലും കൊടുത്തു കഴിഞ്ഞാൽ അത് തീർന്നു പോകുമല്ലോ എന്ന് നമ്മൾ വിചാരിക്കുമ്പോൾ അത് തന്നെയാണ് സംഭവിക്കാൻ പോകുന്നത്. അത് തന്നെയാണ് നമ്മൾ ആകർഷിക്കാൻ പോകുന്നത്. അല്ലെങ്കിൽ എൻ്റെ കയ്യിലൊന്നുമില്ല, എനിക്ക് കടമാണ്. ഈ കടം എന്ന് പറയുന്ന ആളുകളോട് ഞാൻ എപ്പോഴും പറയാറുണ്ട്, നിങ്ങൾ കടം എന്നുള്ളതിനെക്കുറിച്ച് പറയരുത്. ഇപ്പോൾ നിങ്ങൾക്ക് കൂടുതൽ സമ്പത്ത് വേണം എന്നുള്ളതിനെക്കുറിച്ചാണ് പറയേണ്ടത്. അല്ലെങ്കിൽ കുറേ കൂടെ സമ്പത്ത് എന്നിലേക്ക് വരണം എന്നുള്ളൊരു മൈൻഡ് സെറ്റാണ് ആക്ച്വലി നമുക്ക് വേണ്ടത്. കടം എന്ന് പറയുമ്പോൾ കടം കൂടിക്കൊണ്ടേയിരിക്കും. അതിനുള്ള മാർഗങ്ങൾ ചിലപ്പോൾ മുന്നിൽ തെളിഞ്ഞു വരണം എന്നില്ല, അല്ലെങ്കിൽ നമ്മുടെ കടബാധ്യതകൾ അല്ലെങ്കിൽ ബാധ്യതകൾ നമുക്ക് ഒഴിയില്ല. അപ്പോൾ നമുക്ക് എന്താ മൈൻഡ് സെറ്റ്, ഇതിനെന്താ ചെയ്യാൻ പറ്റുക? ഈ പണത്തെക്കുറിച്ചുള്ള ഈ ആറ്റിറ്റ്യൂഡ് മാറി, അല്ലെങ്കിൽ എന്താണ് ലോ ഓഫ് അട്രാക്ഷൻ യൂസ് ചെയ്തിട്ട് പണം സമ്പാദിക്കാൻ വേണ്ടി അല്ലെങ്കിൽ ഒരു സമ്പന്നതയിലേക്ക് പോകാൻ വേണ്ടി എന്ത് ചെയ്യാൻ പറ്റും എന്നുള്ളതാണ് കേട്ടോ ഇന്ന് നമ്മൾ പറയുന്നത്. അപ്പോൾ അതിൽ ഫസ്റ്റ് കാര്യം എന്ന് പറയുന്നത്, നമ്മൾ എന്നും രാവിലെ എഴുന്നേൽക്കുന്ന സമയത്ത് നമുക്ക് എന്താണ് വേണ്ടത് അതിനെക്കുറിച്ചാണ് അതായത് എത്ര പണം വേണം എന്നുള്ള ക്ലാരിറ്റിയാണ് ആദ്യം വേണ്ടത്. അപ്പോൾ നമ്മളൊരു പേപ്പർ എടുക്കുക, ജസ്റ്റ് നിങ്ങൾക്ക് എന്താണ് വേണ്ടത്, എത്ര എമൗണ്ട് പണമാണ് വേണ്ടത്, അതിനെക്കുറിച്ചൊരു ക്ലാരിറ്റി വേണം. ഇപ്പോൾ മാസം എനിക്ക് ഇത്ര സാലറി എന്ന് തന്നെ വിചാരിക്കേണ്ടത്. ഇപ്പോൾ നമ്മളുടെയൊക്കെ ഏറ്റവും വലിയ പ്രശ്നം എന്താണെന്ന് അറിയാം, നമ്മളുടെ വിചാരം നമുക്ക് സാലറി അല്ലെങ്കിൽ ആ സാലറി മാത്രമാണ് നമ്മളുടെ സോഴ്സ് ഓഫ് ഇൻകം എന്നുള്ളതാണ്. പക്ഷെ നമുക്ക് പല വിധത്തിലും നമ്മളിലേക്ക് പണം വരാം. അപ്പോൾ അതല്ലാതെ അയ്യോ എനിക്ക് ഇത്രയല്ലേ സാലറി ഉള്ളൂ, അപ്പോൾ ഇത്രയല്ലേ എനിക്ക് വരാവൂ എന്ന് നമ്മൾ വിചാരിക്കുക. അങ്ങനെ ലിമിറ്റ് ചെയ്യരുത് നമ്മളെ. അപ്പോൾ നമുക്ക് എന്ത് വേണം, ഒരു ക്ലാരിറ്റി വേണം. എനിക്ക് എത്ര വേണം, എത്ര പണമാണ് എന്നിലേക്ക് വന്ന് ചേരേണ്ടത് എന്നുള്ളതിനെക്കുറിച്ച് നിങ്ങൾക്ക് എന്തുണ്ടാവുക, ഒരു ക്ലാരിറ്റി ഉണ്ടാവുക. അപ്പോൾ എത്രയാണ് എന്നുള്ളത് നിങ്ങൾ സ്പെസിഫിക് ആയിട്ട് 5 ലക്ഷമാണോ 10 ലക്ഷമാണോ എത്രയാണോ 1 കോടിയാണോ എത്രയാണോ നിങ്ങൾക്ക് വേണ്ടത് അത് ആ ഒരു ഇൻറ്റൻഷൻ, ക്ലിയർ ആയിട്ടുള്ള ഇൻറ്റൻഷൻ സെറ്റ് ചെയ്യുക എന്നുള്ളതാണ് ഫസ്റ്റ് കാര്യം. രണ്ടാമത്തെ കാര്യം വിഷ്വലൈസ് ചെയ്യുക. ആ പണം നിങ്ങളിലേക്ക് എളുപ്പത്തിലെത്തുന്നതായിട്ടും അല്ലെങ്കിൽ ആ സമ്പന്നതയിൽ നിങ്ങൾ ജീവിക്കുന്നതായിട്ടൊക്കെ നിങ്ങൾ എന്ത് ചെയ്യുക, വിഷ്വലൈസ് ചെയ്യുക. അല്ലെങ്കിൽ ആ പണം ഉള്ള ആൾ എങ്ങനെയായിരിക്കും ജീവിക്കുന്നത്, അത് നിങ്ങൾ വിഷ്വലൈസ് ചെയ്യുക. അവരുടെ ലൈഫ് സ്റ്റൈൽ എങ്ങനെയാണ് ആ അത്രയും പണം സമ്പാദിച്ച ആളുടെ മൈൻഡ് സെറ്റ് എങ്ങനെയാണ്, അതിലേക്ക് നിങ്ങൾ എന്ത് ചെയ്യുക, സ്വിച്ച് ചെയ്യുക. ഞാൻ മുമ്പ് പറഞ്ഞിട്ടുണ്ട്, അതിനൊക്കെ ഒരുപാട് മാർഗ്ഗങ്ങളുണ്ട്. അത്രയും പണമുള്ള അല്ലെങ്കിൽ അത്രയും സമ്പാദിക്കുന്ന ആളുകൾ എങ്ങനെയാണെന്നുള്ളത് നിങ്ങൾ ജസ്റ്റ് ഒന്ന് ഒബ്സർവ് ചെയ്താൽ മതി. നിങ്ങൾക്ക് ആ രീതിയിൽ വിഷ്വലൈസ് ചെയ്യാൻ 10 പൈസയുടെ പോലും ചിലവില്ല അല്ലേ, നമുക്ക് വെറുതെ ഈസി ആയിട്ട് ചെയ്യാവുന്ന എന്നാൽ എത്രയും എഫക്റ്റീവ് ആയിട്ടുള്ളൊരു കാര്യമാണ് വിഷ്വലൈസേഷൻ എന്ന് പറയുന്നത്. ഇനി അടുത്ത കാര്യം എന്ന് പറയുന്നത് ഗ്രാറ്റിറ്റ്യൂഡാണ്. ഞാൻ എന്നും പറയാറുണ്ട്, നിങ്ങളുടെ ആഗ്രഹിക്കുന്ന ഒരു ജീവിതം ഡിസൈൻ ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങളെപ്പോഴും നന്ദിയുള്ളവരായിരിക്കുക എന്നുള്ളതാണ് ഏറ്റവും അത്യാവശ്യം. എപ്പോഴൊക്കെ ഗ്രാറ്റിറ്റ്യൂഡ് നമ്മുടെ ജീവിതത്തിൽ നമ്മൾ റെഗുലറായിട്ട് പ്രാക്ടീസ് ചെയ്യുന്നുണ്ടോ, അതായത് നമുക്കൊരു അസുഖം വരുമ്പോൾ അല്ലെങ്കിൽ കടം വരുമ്പോൾ മാത്രം നമ്മൾ അയ്യോ എനിക്കിപ്പോൾ തന്നതിന് നന്ദി എന്നൊക്കെ പറഞ്ഞ് പ്രാക്ടീസ് ചെയ്യാതെ എപ്പോഴും നമ്മൾ എല്ലാ അവസ്ഥയിലും, സമ്പന്നനായിരിക്കുന്ന അവസ്ഥയിലും രോഗിയായിരിക്കുന്ന അവസ്ഥയിലും ഏത് അവസ്ഥയിലും നമ്മൾ ഗ്രാറ്റിറ്റ്യൂഡ് പറയാൻ ശീലിക്കുക
എന്നുള്ളതാണ്. അപ്പോൾ നമ്മൾക്ക് ഈ പണം ഉണ്ട്, അല്ലെങ്കിൽ ആ ഇപ്പോൾ ഉള്ള പണത്തിന് നമ്മൾ എന്ത് ചെയ്യുക, നന്ദി പറഞ്ഞുകൊണ്ടേ ഇരിക്കുക. അപ്പോഴാണ് കൂടുതൽ പണം നമ്മളിലേക്ക് ആകർഷിക്കപ്പെടുന്നത്. ഇനി വേറൊരു കാര്യം കൂടിയുണ്ട്. നമ്മൾ വെറുതെ ഇരുന്നിട്ട് പണം നമ്മളിലേക്ക് വരുമെന്ന് ചിന്തിച്ചിട്ട് മാത്രം കാര്യമില്ല. അതിന് വേണ്ടിയിട്ടുള്ള ഇൻസ്പയർഡ് ആയിട്ടുള്ള ആക്ഷൻ എടുക്കുക, അതിന് വേണ്ടിയിട്ട് നമ്മൾ പരിശ്രമിക്കുക, അതിന് വേണ്ടിയിട്ടുള്ള സോഴ്സുകൾ കണ്ടെത്തുക, നമ്മളെക്കൊണ്ട് എന്തൊക്കെ ചെയ്യാൻ പറ്റുമോ ആ എഫേർട്ട്. കാരണം നമ്മുടെ മനസ്സ് ചിന്തിക്കുന്നത് നമ്മുടെ ബോഡിക്കും കൂടി മനസ്സിലാവണം. എപ്പോഴാണോ നമ്മുടെ മനസ്സും നമ്മുടെ ശരീരവും ഒരേ ദിശയിൽ പ്രവർത്തിക്കുന്നത് അപ്പോഴാണ് മാനിഫെസ്റ്റേഷൻ നടക്കുന്നത്. അപ്പോൾ നമ്മൾ ഇൻസ്പയർഡ് ആയിട്ടുള്ള ആക്ഷൻ എടുക്കുക, നമ്മളുടെ ബോഡി, നമ്മളുടെ പ്രവർത്തികൾ എല്ലാം നമ്മളുടെ ഗോളിനോട് അലൈൻ ചെയ്യുന്ന സമയത്താണ് മാനിഫെസ്റ്റേഷൻ നടക്കുക. അപ്പോൾ എന്ത് വേണം, നമ്മൾ അതിന് വേണ്ടിയിട്ട് ഇൻസ്പയർഡ് ആയിട്ടുള്ള ആക്ഷൻ എടുക്കുക. പിന്നെ എല്ലാ ദിവസവും രാവിലെ എഴുന്നേൽക്കുമ്പോൾ നിങ്ങൾ പറയാം, പണം വളരെ അനായാസമായി എന്നിലേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ്. നിങ്ങൾ പണത്തെ വളരെ നല്ല രീതിയിൽ സ്നേഹിക്കുക. ഓക്കെ, പണം വളരെ ഒരു ബുദ്ധിമുട്ടും ഇല്ലാതെ എന്നിലേക്ക് ഒഴുകിക്കൊണ്ടിരിക്കുകയാണെന്ന് ഉള്ള രീതിയിലുള്ള അഫർമേഷൻസ് നിങ്ങൾ പ്രാക്ടീസ് ചെയ്യുക. പിന്നെ എപ്പോഴും ബാധ്യതകളെക്കുറിച്ച് ചിന്തിക്കാതെ ബാക്കിയെല്ലാം വിട്ടുകൊടുക്കുക എന്നുള്ളതാണ്. ലെറ്റ് ഇറ്റ് ഗോ, അതായത് ലെറ്റ് ഗോ ചെയ്യുക എന്നുള്ളത് ഇമ്പോർട്ടൻ്റ് ആണ്. എപ്പോഴും അതിനിങ്ങനെ അടക്കി പിടിക്കാതെ അതിനൊരു സ്പേസ് കൊടുക്കുക, ജസ്റ്റ് ലീവ് ചെയ്യുക. എല്ലാം ഈശ്വരനിലേക്ക്, അല്ലെങ്കിൽ നിങ്ങൾ ആരെയാണോ, ഏത് ശക്തിയാണോ വിശ്വസിക്കുന്നത്, ഇനി പ്രപഞ്ചത്തെയാണോ ആരെയിലാണോ വിശ്വസിക്കുന്നത്, ആ ദൈവത്തിലേക്ക് പൂർണ്ണമായിട്ടും നമ്മൾ ബാക്കിയെല്ലാം വിട്ടുകൊടുക്കുക എന്നുള്ളതാണ്. അപ്പോൾ ഇതെല്ലാം ഒന്ന് പ്രാക്ടീസ് ചെയ്ത് നോക്കുക. എങ്ങനെയാണ് നിങ്ങളുടെ സാമ്പത്തിക സ്ഥിതി ഈ ലോ ഓഫ് അട്രാക്ഷൻ ടെക്നിക്കിലൂടെ മാറ്റം വരുന്നത് എന്നുള്ളത് കമൻറ്റിലൂടെ അറിയിക്കുക.